നമസ്കാരം. വ്യത്യസ്ത വാർത്തകളും വിശേഷങ്ങളുമായി ന്യൂസ് മിക്സ് ആരംഭിക്കുന്നു. പീപ്പിൾ ടിവി എക്സ്ക്ലൂസീവ്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. യോഗം പ്രസിഡന്റ് എം.എൻ. സോമൻ അടക്കമാകെ 5 പ്രതികളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ഉള്ളത്. വെള്ളാപ്പള്ളിക്കെതിരെ പണാപഹരണം, വഞ്ചന, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തി. കൈരളി പീപ്പിൾ ടിവിയാണ് മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കിയാണ് വിജിലൻസ് തിരുവനന്തപുരം റേഞ്ച് DYSP M.R. സതീഷ് കുമാർ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യോഗം പ്രസിഡന്റ് ഡോക്ടർ M.N. സോമൻ രണ്ടാം പ്രതിയായും വായ്പാ വിതരണത്തിന്റെ കോർഡിനേറ്റർ KK മഹേശനെ മൂന്നാം പ്രതിയായും പിന്നോക്ക വികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരായ നജീബ്, ദിലീപ് കുമാർ എന്നിവരെ യഥാക്രമം 4ഉം 5ഉം പ്രതികളാക്കിയാണ് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ IPC 420, 120B, 468, 460 എന്നീ വകുപ്പുകൾ പ്രകാരവും അഴിമതി നിരോധന നിയമത്തിലെ 13(1), 13(2), C&D എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും കുറഞ്ഞ തുകയ്ക്ക് ലഭിച്ച വായ്പ കൂടിയ തുകയ്ക്ക് വിറ്റതുവഴി പ്രതികൾ സമുദായ അംഗങ്ങളെ വഞ്ചിച്ചതായി വിജിലൻസ് കണ്ടെത്തി. വായ്പാ വിതരണത്തിന്റെ നോഡൽ ഏജൻസിയായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും കൂട്ടുപ്രതികളും പരസ്പരം ഗൂഢാലോചന നടത്തി സമുദായ അംഗങ്ങളെ വഞ്ചിക്കണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടുകൂടി വ്യാജരേഖ ചമച്ചതായും വിജിലൻസ് തയ്യാറാക്കിയ FIRൽ പറയുന്നു. 7 മാസത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇന്ന് രാവിലെയോടെയാണ് FIR രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് തീരുമാനിച്ചത്. ഇന്നലെ കേസ് പരിഗണിക്കുന്നതിനിടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. തുടർന്ന് സംഭവത്തിൽ ഇടപെട്ട DGP ജേക്കബ് തോമസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. 1.5 വർഷങ്ങൾക്ക് മുമ്പ് കൈരളി പീപ്പിൾ ടിവിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജീവൻകുമാർ, തിരുവനന്തപുരം. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ താൻ കുറ്റവാളിയല്ലെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. തനിക്ക് ആരെയും ഭയമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. എനിക്കൊരു ഭയവുമില്ല. ഇപ്പോൾ ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒളിക്കാനോ നാട് കിടക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സാമ്പത്തിക തിരിമറിയും ഞാൻ നടത്തിയിട്ടില്ല. ഞാനിത് യൂണിയനുകൾക്ക് ചെക്ക് ആയി കിട്ടി, ഞാൻ ചെക്കായി ക്രോസ് ചെയ്ത് യൂണിയനുകൾക്ക് കൊടുത്തു. ആ യൂണിയന് കൊടുത്തു എന്നുള്ളതിൽ എൻ്റെ കയ്യിലുള്ള തെറ്റെന്താണെന്ന് പറയാം. മെഡിക്കൽ പൊതുപ്രവേശന പരീക്ഷയായ നീറ്റ് നടത്തുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി. നീറ്റ് ഉത്തരവ് മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കിയത് ശരിയായില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. അതേസമയം വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നതിനാൽ നീറ്റ് ഓർഡിനൻസ് സ്റ്റേ ചെയ്യുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. രാജ്യത്തുടനീളം ഏകീകൃത മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നടത്താൻ നേരത്തെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് മറികടന്ന് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം പ്രവേശന പരീക്ഷ നടത്താൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓർഡിനൻസാണ് സുപ്രീം കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. കേസ് പരിഗണിച്ച ജസ്റ്റിസ് അനിൽ ആർ ദാവെ അധ്യക്ഷനായ ബെഞ്ച് ഓർഡിനൻസ് പുറത്തിറക്കാനുള്ള കാരണങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആരാഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിയായില്ല. സുപ്രീം കോടതിയുടെ വിധി വന്നതിനു ശേഷമുള്ള ഓർഡിനൻസ് പുറത്തിറക്കൽ നടപടികൾ ശരിയായിരുന്നില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. അതേസമയം ഓർഡിനൻസ് സ്റ്റേ ചെയ്യുവാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. സ്റ്റേ ചെയ്യൽ നടപടികളിലേക്ക് കോടതി കടന്നാൽ അത് വിദ്യാർത്ഥികൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും. കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിയാനേ ഉപകരിക്കുകയുള്ളൂ. ഓർഡിനൻസിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പ്രവേശന പരീക്ഷ നടത്തുകയും പല മെഡിക്കൽ കോളേജുകളും പ്രവേശന നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചു. എന്നാൽ നീറ്റ് ഓർഡിനൻസ് പുറത്തിറക്കിയതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ടോയെന്ന് കോടതി പരിശോധിക്കും. നിയമപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തിയാൽ ഓർഡിനൻസ് പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെട്ടേക്കാം. ന്യൂസ് ബ്യൂറോ, ദില്ലി. വിവാദ മതപണ്ഡിതൻ സക്കീർ നായിക് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. മുംബൈയിൽ വേദി ലഭിക്കാത്തതിനാലാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. അതേസമയം സക്കീർ നായിക്കിന്റെ തലവെട്ടുന്നവർക്ക് 50 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് സ്വാതി പറാജി പറഞ്ഞു. സക്കീർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷന്റെ ഔദ്യോഗിക വക്താവാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയ വിവരം അറിയിച്ചത്. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നതിന് സാഹചര്യങ്ങളില്ലെന്നും വൈകാതെ തന്നെ മറ്റൊരു വാർത്താ സമ്മേളനം പ്രഖ്യാപിക്കുമെന്നും വക്താവ് വാർത്താ ഏജൻസിയെ അറിയിക്കുകയായിരുന്നു.
സാക്കിർ നായിക്ക് നേരിട്ടെത്തി ജനങ്ങളുമായി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നതായും ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ അറിയിച്ചു. വാർത്താ സമ്മേളനം നടത്താനായി വേദി ലഭിക്കുന്നില്ലെന്ന് നേരത്തെ തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്നു. ധാക്ക ഭീകരാക്രമണത്തിന് സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ പ്രചോദനമായിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾക്ക് ശേഷം 3ാം തവണയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നത്. സാക്കിർ നായിക്കിനെതിരെ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങളും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് സൗദിയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്ര മാറ്റിവെച്ച് വീഡിയോ കോൺഫറൻസ് വഴി മാധ്യമങ്ങളെ കാണുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബു ഒമർ അൽ ഷിഷാനെ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാഖിലെ ഷിർക്കത്ത് നഗരത്തിൽ ഇറാഖ് സൈന്യവുമായി നടന്ന ഏറ്റുമുട്ടലിൽ അബു കൊല്ലപ്പെട്ടതായാണ് വാർത്തകൾ. കഴിഞ്ഞ മാർച്ചിൽ US സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അബു കൊല്ലപ്പെട്ടെന്ന് പെന്റഗൺ അവകാശപ്പെട്ടെങ്കിലും IS നിഷേധിച്ചിരുന്നു. അഫ്ഗാനിൽ US നടത്തിയ വ്യോമാക്രമണത്തിലാണ് IS ഭീകരൻ ഉമർ ഖാലിഫ് കൊല്ലപ്പെട്ടത്. പെന്റഗൺ വക്താവ് പീറ്റർ കുക്കാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലെ പെഷാവറിൽ 2014 ഡിസംബറിൽ നടന്ന ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു ഉമർ ഖാലിഫ്. ഈ വർഷം ജനുവരിയിൽ ബച്ചാക്കാൻ സർവകലാശാലയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെയും പ്രധാന ആസൂത്രകൻ IS ഭീകരൻ ഉമർ ഖാലിഫ് ആയിരുന്നു. ഉമർ ഖാലിഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ പെഷാവറിലെ ഭീകരാക്രമണത്തിൽ 130 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഉമർ ഖാലിഫിന്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് 4 ഭീകരരും കൊല്ലപ്പെട്ടതായാണ് സൂചന. ഖൊറാസൻ പ്രവിശ്യയിൽ IS ഭീകരർക്കെതിരെ US നടത്തിയ ആക്രമണത്തിൽ ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് പെന്റഗൺ സ്ഥിരീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത്. പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ കുറ്റപ്പെടുത്തി. ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദി ബുർഹാൻ വാനി ഇന്ത്യയുടെ സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടതിനെതിരെ പാകിസ്ഥാൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. തീവ്രവാദത്തെ സ്തുതിക്കുകയാണ് പാകിസ്ഥാനെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭാ വേദിയിലാണ് പാകിസ്ഥാനെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യ രംഗത്തെത്തിയത്. ഇന്ത്യയിൽ ആഭ്യന്തര കലഹമുണ്ടാക്കുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ തീവ്രവാദി ബുർഹാൻ വാനി സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടത് കുറ്റപ്പെടുത്തുകയാണ് പാകിസ്ഥാൻ. ഇതുവഴി തീവ്രവാദത്തിന് സ്തുതിപാടുകയാണ് പാകിസ്ഥാനെന്നും ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ ചൂണ്ടിക്കാട്ടി. തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന നയം പിന്തുടരുകയാണ് പാകിസ്ഥാനെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സയ്യിദ് അക്ബറുദ്ദീൻ വ്യക്തമാക്കി. UN വേദികൾ തീവ്രവാദത്തിനായി പാക് ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇന്ത്യ അറിയിച്ചു. കാശ്മീർ കലാപത്തിൽ അതിർത്തിക്കപ്പുറത്തു നിന്നും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നുണ്ടെന്ന വിവരം നേരത്തെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. കൂടാതെ പരസ്യ പ്രസ്താവന നടത്തി തീവ്രവാദി ബുർഹാൻ വാനിയെ രാഷ്ട്രീയ നേതാവായി ഉയർത്തിക്കാട്ടാനും പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. ഇതാണ് ഇന്ത്യയെ ചൊടിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് നടന്ന ചർച്ചയിലാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചത്. പാകിസ്ഥാൻ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തീവ്രവാദത്തിന് ആ രാജ്യം എങ്ങനെ സഹായം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോയിസ് കമാൻഡിലൂടെ ഓൺലൈൻ ഷോപ്പിംഗിന് സംവിധാനമൊരുക്കുകയാണ് ഓൺലൈൻ വ്യാപാര ഭീമനായ ആമസോൺ. ഇനി മുതൽ ഉപഭോക്താക്കൾക്ക് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വോയിസ് കമാൻഡിലൂടെ സാധനങ്ങൾ സ്വന്തമാക്കാം. ഓൺലൈൻ മാർക്കറ്റിംഗിൽ പുതിയ തന്ത്രങ്ങളുമായി എത്തുകയാണ് ആമസോൺ. സാധനങ്ങൾ വാങ്ങുന്ന പ്രക്രിയ കൂടുതൽ ലളിതമാക്കാൻ അലക്സ നേറ്റീവ് വെർച്വൽ വോയിസ് അസിസ്റ്റന്റ് എന്ന മാർഗവുമായാണ് ആമസോൺ എത്തുന്നത്. ഈ സംവിധാനം നിലവിൽ വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായ സാധനം ഏതെന്ന് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പറഞ്ഞാൽ മാത്രം മതി. വിലയും സാധനങ്ങളുടെ മറ്റു വിവരങ്ങളും ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിയും. സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ യെസ് എന്ന് പറയുക. ബാക്കിയുള്ള പ്രക്രിയകളെല്ലാം പുതിയ സോഫ്റ്റ്വെയർ ചെയ്തുകൊള്ളും. നിങ്ങൾ ആവശ്യപ്പെട്ട വസ്തു വീട്ടിലെത്തുകയും ചെയ്യും. അതായത് ആവശ്യമായ വസ്തു തെരഞ്ഞു പിടിക്കുന്നത് ഒഴിവാക്കി വെറും വോയിസ് കമാൻഡിൽ സാധനങ്ങൾ വാങ്ങാം. ആമസോൺ എക്കോ, എക്കോ ഡോട്ട്, ആമസോൺ ടാപ്പ്, ആമസോൺ ഫയർ TV എന്നീ ഉപകരണങ്ങളിൽ അലക്സ വോയിസ് അസിസ്റ്റന്റ് പ്രവർത്തിക്കും. ആമസോണിന്റെ പ്രൈം കസ്റ്റമേഴ്സിന് മാത്രമാണ് നിലവിൽ ഈ സേവനം ലഭ്യമാവുക. ന്യൂസ് ഡെസ്ക്. നിസ്സാരമായ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വൃക്കകൾ സംരക്ഷിക്കാം. വൃക്കകൾ സുരക്ഷിതമായാൽ ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാം.
ഇന്ന് ആളുകൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് വൃക്കരോഗങ്ങൾ മൂലമാണ്. എന്നാൽ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വൃക്കരോഗങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നതാണ്. രക്തത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങൾ വൃക്ക വഴി പുറത്തേക്ക് കളയാൻ ജലാംശം ആവശ്യമാണ്. സമയത്തിന് മൂത്രമൊഴിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. മൂത്രം പിടിച്ചുവെക്കുന്നത് മൂലമുണ്ടാകുന്ന സമ്മർദ്ദം വൃക്കയിൽ കല്ലുകൾ രൂപപ്പെടാൻ കാരണമാകും. ഇത് വൃക്കകളെ തകരാറിലാക്കും. അമിതമായി ഉപ്പ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ഉപ്പ് ശരീരത്തിന് ആവശ്യമാണെങ്കിലും അമിതമായ ഉപ്പിന്റെ ഉപഭോഗം വൃക്കകൾക്ക് മേൽ സമ്മർദ്ദം കൂട്ടുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മധുരം അധികം കഴിക്കുന്നതും നല്ലതല്ല. ഇത് വൃക്കയിൽ പ്രോട്ടീൻ അടിയാൻ കാരണമാകും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് കൃത്യമായ ഉറക്കം ലഭിക്കുക എന്നതാണ്. വൃക്കകളുടെ ആരോഗ്യത്തിന് ഉറക്കം നല്ലതാണ്. വൃക്കയിലെ കോശങ്ങൾ നവീകരിക്കുന്നത് ഉറക്കത്തിന്റെ സമയത്താണ്. മദ്യോപഭോഗം വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുമെന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അമിത മദ്യപാനം ഒഴിവാക്കുക. പഴങ്ങളും പച്ചക്കറികളും അടങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നതും വൃക്കകളെ പരിപാലിക്കാൻ നല്ലതാണ്. ന്യൂസ് ഡെസ്ക്. ഇനി അല്പം കൃഷിക്കാര്യമാകാം. ഗ്രോബാഗിൽ കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സർവ്വസാധാരണമാണ്. ഏത് വിളയും മട്ടുപ്പാവിൽ വിളയിക്കാമെന്നതാണ് ഗ്രോബാഗിന്റെ പ്രത്യേകത. ഇത് ഇഞ്ചി വിളയിക്കാനും ഇനി മട്ടുപ്പാവും മതി. ഇഞ്ചി വളരെ എളുപ്പത്തിൽ നമുക്ക് ഗ്രോബാഗിൽ കൃഷി ചെയ്യാം. ഗ്രോബാഗിന് പകരം ചെടിച്ചട്ടി, പ്ലാസ്റ്റിക് ചാക്ക്, കവറൊക്കെയും ഇതിനായി ഉപയോഗിക്കാം. ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, മണ്ണിൽ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ടെറസ് കൃഷി അവലംബിക്കുന്നതാണ് നല്ലത്. സ്ഥലപരിമിതി, സൂര്യപ്രകാശം ലഭിക്കാതെ വരിക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവരുടെ മട്ടുപ്പാവ് കൃഷിക്കായി ഉപയോഗപ്പെടുത്താം. മെയ് മാസം പകുതി കഴിഞ്ഞാണ് ഇഞ്ചി കൃഷി ചെയ്യേണ്ടത്. ഇഞ്ചിയുടെ നടീൽ വസ്തു അതിന്റെ ഭൂകാണ്ഡമാണ്. രോഗകീട വിമുക്തമായ വിത്തിഞ്ചിയാണ് നടുക. ഇഞ്ചി കൃഷിയിലെ പ്രധാന വില്ലൻ ചീയൽ രോഗമാണ്. അതുകൊണ്ട് നീർവാർച്ചയുള്ള മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് അനുയോജ്യം. മേൽമണ്ണിനൊപ്പം ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ചേർക്കണം. മണ്ണ് നിറച്ച ശേഷം 3 മുതൽ 4 ഇഞ്ചിയാണ് ഒരു ബാഗിൽ നടേണ്ടത്. വല്ലപ്പോഴും കുറച്ച് പച്ചച്ചാണകം കലക്കി ഒഴിക്കണം. വേറെ വളപ്രയോഗം ഒന്നും ആവശ്യമില്ല. ഏതാണ്ട് 6 മാസം കൊണ്ട് ഇഞ്ചിയുടെ വിളവെടുക്കാം. കാര്യമായ കീടബാധയൊന്നും ഗ്രോബാഗിലെ ഇഞ്ചി കൃഷിയിൽ ഉണ്ടാകില്ല. നല്ല വിളവ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്.